വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ BTC അഥവാ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ പ്രത്യേകത മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തൊരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണാം. ഇന്നലെ മാർക്കറ്റ് വന്ന് ജസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയതാണ്. അതിൻ്റെ മുകളിൽ ഓൾ ടൈം റെസിസ്റ്റൻസും കൂടി ഉണ്ട്, അതിനെയും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നത് കാണാം. ഇന്നലെ അഥവാ വീക്ക്ലി അനാലിസിസിൽ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ട് അവിടേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ എൻട്രി സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇന്ന് മാർക്കറ്റ് അവിടേക്ക് വന്ന് ഒരു റീടെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോസ് കണ്ട ആളുകളെല്ലാം ട്രേഡ് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ല. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്, എന്നിട്ട് മുകളിലോട്ട് പോയി ഒരു തവണ റീടെസ്റ്റ് ചെയ്തു, വീണ്ടും അത് വളരെ സ്ട്രോങ് ആയിട്ട് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ആ ഏരിയയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇംബാലൻസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിൽക്കുന്ന ക്യാൻഡിൽ ഓൾറെഡി ആ ഇംബാലൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇംബാലൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഇംബാലൻസ് ഓൾറെഡി വന്നിട്ട് എടുത്തിട്ടുണ്ട്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് 4 ഹവർ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം, മാർക്കറ്റ് പലതവണ വന്ന് സപ്പോർട്ട് എടുത്തൊരു ഏരിയ ആണ്. അപ്പോൾ ഇതിനെയും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ മുകളിൽ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. അപ്പോൾ അതിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 4 ഹവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നമുക്ക് മനസ്സിലാവുന്നത്, മാർക്കറ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടൊരു വീഴ്ചയ്ക്ക് ശേഷം റിക്കവറിക്കുള്ള ശ്രമമാണ്. റിക്കവറിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട്. അതിൽ ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട ഏരിയാസിൽ ഒന്ന് ഈ ഒരു ഏരിയ ആണ്. അത് ഇറങ്ങണമെങ്കിൽ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴോട്ട് വന്ന് ഒരു ബ്രേക്ക് തന്ന് വീണ്ടും റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു എൻട്രി സാധ്യത 1 ഹവറിൽ കാണുന്നുണ്ട്. അത് നമുക്ക് 50 മിനിറ്റ്സിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാലൻസ് വരെ മാർക്കറ്റ് എത്തിയേക്കാം. അത് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിബ് ടൂൾ ഉപയോഗിക്കാം. ഫിബ് ടൂൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 78% ഒരു സ്ട്രോങ് ആയിട്ടുള്ള പുൾ ബാക്ക് ഏരിയ ആയിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇത്രയാണ് 1 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയയിൽ നിന്നിട്ട് ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് മാർക്കറ്റ്. അതിനൊരു നല്ലൊരു ക്യാൻഡിൽ വീഴുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലോയുടെ താഴെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. അല്ലാതെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് കാര്യമില്ല. ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ആ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഏറെക്കുറെ ഈ ഒരു ലോ വരെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്ത് ഒന്ന് ചെറിയൊരു റീടെസ്റ്റ് വരികയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് 50 മിനിറ്റ്സിൽ. അപ്പോൾ ഇവിടെ ഒരു സെൽ എൻട്രി കാണുന്നുണ്ട്. ഇനി ഇതും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ, അതും നല്ലൊരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രോങ് പുൾ ബാക്കിൽ നിന്ന് ഒരിക്കൽ കൂടി ഒരു സെൽ എൻട്രി സാധ്യത ഉണ്ട്. അത് ഏറെക്കുറെ ഇവിടം വരെയൊക്കെ എത്താം. ഒരു പക്ഷെ അത് സ്ട്രൈറ്റ് ആയിട്ട് വീഴണം എന്നില്ല. അതെങ്ങനെ വീഴണം അല്ലെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിന്ന് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ, അതായത് ഇവിടെ നിന്നൊരു എൻട്രി സാധ്യത കിട്ടുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞൊരു ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് FEG വരെ വരാനുള്ള സാധ്യത ഉണ്ട്. FEGയിൽ നിന്ന് വരുന്ന ഒരു പുൾ ബാക്ക്, സ്ട്രോങ് ആയിട്ടുള്ള പുൾ ബാക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് എവിടെയെങ്കിലുമൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഇതിന് താഴോട്ടേക്ക് വരാം. അങ്ങനെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കിയാൽ കാണാം, ഇതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് തന്നെ പോയതാണ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു പക്ഷേ മാർക്കറ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലോയി എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ റെസിസ്റ്റൻസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഓപ്പർച്യൂണിറ്റി കിട്ടാം.
അല്ല കാര്യമായിട്ട് ബിൽഡ് ചെയ്യാതെ മാർക്കറ്റ് ഒന്ന് വലിയൊരു ക്യാൻഡിലോട് കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇംബാലൻസിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ക്രിപ്റ്റോയിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ച് തന്നെ ട്രേഡ് എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ബന്ധപ്പെട്ട് ക്രിപ്റ്റോയിൽ വരുന്ന ന്യൂസുകൾ വളരെ വളറ്റൈലായിട്ട് വരുന്ന ന്യൂസുകളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ പറഞ്ഞ സെല്ലാണ്. ഇനിയിപ്പോൾ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് നോക്കാം. ബൈ ഓപ്പർച്യൂണിറ്റി നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. പ്രത്യേകിച്ചും ഇവിടെ നിന്നുണ്ട്, ഇവിടെ ഒരു 1 അവറിന്റെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് ബിൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടാർഗറ്റ് ഇവിടം വരെയൊക്കെ വെക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് വീഴുന്ന ഏറെക്കുറെ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഏറെക്കുറെ ഇവിടം വരെ വെക്കാം. അല്ലെങ്കിൽ കുറച്ച് തൊട്ട് മുകളിലേക്ക് ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. പറയാൻ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. ഈ ഒരു ഇംബാലൻസിനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നലെ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ഇന്നലെ ആക്ട് ചെയ്തതാണ്. അതിന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇന്ന് താഴോട്ടേക്ക് വന്ന് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അവിടേക്ക് വരികയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആക്ട് ആവാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നിന്നൊരു വീഴ്ച കിട്ടുന്നില്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് പതുക്കെ ബിൽഡ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ക്യാൻഡിലോട് കൂടി ഇവിടെ ബ്രേക്ക് സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകുന്നതിൻ്റെ ടാർഗറ്റ് ഇതായിരിക്കാം. രണ്ടാമത്തെ ടാർഗറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലിലേക്ക് വന്ന് കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടാനുണ്ട്. അതിന് നല്ലൊരു കൺഫർമേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡീപ്പ് പുൾ ബാക്ക് ആയിരിക്കും. ഇപ്പോഴത്തെ വീഴ്ചയുടെ ഒരു ഡീപ്പ് പുൾ ബാക്ക് ആയിരിക്കും അവിടേക്ക്. അപ്പോൾ ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ വലിയൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റ്. ഇനി ഒരു ബൈ എൻട്രിയും കൂടി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒന്ന് മുകളിലോട്ട് പോവുകയാണ്. അതായത് സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്ന് വെറുതെ ചെറുതായിട്ടൊന്ന് റിയാക്ഷൻ കിട്ടും താഴോട്ടേക്ക്. ആ റിയാക്ഷൻ വരുന്നത് ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്ക് തന്നെ ആയിരിക്കും. തിരിച്ചു വരുന്നത് ഈ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ബൈ എൻട്രി വെക്കാം. അങ്ങനെ ബൈ എൻട്രി വെക്കുകയാണെങ്കിൽ വലിയൊരു ടാർഗറ്റ് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏറെക്കുറെ ഈ ഒരു ഇൻബാലൻസ് വരെ വെച്ചിട്ട് ഇറങ്ങിപ്പോരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് സാധ്യമായ ബൈ എൻട്രികളും സെൽ എൻട്രികളും പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം അതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഓടിച്ചാടി എൻട്രി എടുക്കാതിരിക്കുക. മാർക്കറ്റ് അവിടേക്ക് മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പിക്കണം. മാത്രമല്ല കൺഫർമേഷൻ വേണം. എങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.